പ്രിയപ്പെട്ടവരെ, എന്താ പാട്? സുഖം എല്ലാവർക്കും? എന്താ മാമയ്ക്ക് പറഞ്ഞു വന്നിരുന്നത്? ഞാനിപ്പോ കുറച്ച് ദിവസം മുന്നേ എന്തോ കാര്യമായിട്ട് എന്തോ കാര്യം പറയാൻ പോട്ടെ, വേണമെങ്കിൽ കേട്ടോളൂ. അത് പറഞ്ഞു. ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തട്ടി ഇങ്ങനെ പോകാൻ ഇങ്ങനെ വീഡിയോ കണ്ട്, അതായത് ഇങ്ങനെ കണ്ടിട്ട് ഒരു വീഡിയോ ഉണ്ട്, ഒരു കുട്ടിയുടെ ഒരു വീഡിയോ ഉണ്ട്. കുട്ടിയുടെ ഒരു ചെറുക്കന് എന്താ പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ അതില് ഓൻ എന്തൊക്കെയാ പറയുന്നുണ്ട്. ഇതൊന്നും തീരൂല, അത് 1.5 മിനിറ്റ് ഉണ്ടാവും. ഞാൻ പറയാം, മമ്മൂന്റെ വീഡിയോ കണ്ടിക്കാണ് പിന്നെ. അപ്പൊ ഇപ്പൊ എന്തെങ്ങനെ പറയണത്, ഈ ചെക്ക് എങ്ങനെയൊക്കെ ഇതിലിരുന്ന് പറയണത്, എന്തൊക്കെ മോശം പ്രവൃത്തി ചെയ്ത് അത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് ഇതൊന്നും നമ്മള് പ്രതികരിക്കേണ്ട കാര്യമല്ല. ഈ ആങ്കർ എന്ന് പറഞ്ഞ അവരങ്ങനെ ചോദിക്കാനും പാടില്ല. ആ ചെക്കൻ അതിന്റെ പ്രായം, അതിന്റെ ബുദ്ധി, അത് പഠിച്ചു വന്ന അതിന്റെ കാഴ്ചപ്പാടില് എന്തോ തോന്നിയാലും മാസാന്നൊക്കെ വിചാരിക്കണ കുറെ കാര്യങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത്. ഇതെന്താ വെച്ചാൽ നമ്മൾ തന്നെയാണ്, ഞാനും നിങ്ങളും ഈ കാണുന്ന പിന്നെ കാണുന്ന ഇന്ത്യയും നമ്മൾ എന്താണോ കൂടുതൽ കാണുന്നത് അതാണ് കൂടുതൽ മറ്റേ ലൈക്ക് ഇത് കൊടുക്കണം. ആ സംഭവങ്ങളാണ് മറ്റുള്ളവർക്ക് റീച്ച് ആവുക. അങ്ങനെ ഇതിനായിട്ട് ബന്ധമില്ലാത്ത ആളുകൾക്ക് പോലും ഇങ്ങനത്തെ ന്യൂസുകൾ എത്തുകയും കാണുകയും ചെയ്യേണ്ട ഒരു പ്രവണതയാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ളത്. നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞ എത്രയോ കഴിവ് കൊടുക്കുന്ന വരഞ്ഞ്, ഇപ്പൊ ഒരു ആർട്ട് വർക്ക് ആണെങ്കിൽ കഷ്ടപ്പെട്ട് വരഞ്ഞ് എന്തൊക്കെയാ ചെയ്യുന്നത്, അതൊന്നും കാണാൻ ആരും ഉണ്ടാവില്ല. എന്നാൽ ഇതേ ആള് തുണി അഴിച്ചിട്ട് ചാടി വേറെ എന്തെങ്കിലും തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ അതിന് ലൈക്കും ഷെയറും കൊടുക്കാൻ ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ തന്നെയാണ്, ഞാനും ഈ അടക്കമുള്ള നമ്മളൊക്കെ തന്നെയാണ് ഇവരൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത്. വളർത്താൻ നമ്മൾ എന്ത് കാണണോ നമ്മൾ ഇതാക്കാൻ നമ്മുടെ ചോയ്സാണ്. പക്ഷെ കാണുമ്പോ അത് അതേപോലെ ഭൂരിഭാഗം വേറെ എന്തെങ്കിലും കോമഡി പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് വന്നോട്ടെ, അതൊന്നും ഒരു കുഴപ്പമില്ല. നാലാളുടെ ഇടയിലൊക്കെ ഇറങ്ങി വരുമ്പോ അല്ലെ, 10 ആളുടെ ഇടയിൽ നമ്മളെ മൊത്തത്തില് ഒരു ഇതാക്കണാണ്. അല്ല, ഇതില് വേറൊരു കാര്യം എന്താ വെച്ചാലേ, ഇപ്പൊ എന്നെ പറ്റി ഇതൊക്കെ ഇപ്പൊ ആ പ്രായത്തിൽ ഇന്റർവ്യൂ പോയിച്ചപ്പോഴൊക്കെ പൊതുശല്യാക്കി വിടുട്ടോ. ഇതിപ്പത്ത് നോക്കണ്ട അല്ലേ. അപ്പൊ ഇതാണ് കേസ്. മാമനത് കണ്ടിട്ട് വളരെ, മാമനെന്നല്ല, അത് കണ്ട എല്ലാവർക്കും ഭയങ്കര മനസ്സിനൊരു ദണ്ണുണ്ടായിട്ടുണ്ട്. ഇതൊന്നും ശരിയല്ല, ഇതൊന്നും പ്രോത്സാഹിപ്പിക്കരുത് ആരും. ഇതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് എന്താ നോട്ട് ഇൻട്രസ്റ്റോ അതൊക്കെ ചെയ്ത് വിടുക. എന്നിട്ട് അടുത്ത നല്ല നല്ല കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ, നമുക്ക് ചിരിക്കാനും സന്തോഷിക്കാനും എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വേറെ ഉണ്ടായി. ഇതെന്തത് ഇപ്പൊ പേക്കൂത്ത് പറയണത് ഇതാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഗൈസ്, ഞങ്ങളെ പോലെ മാന്യന്മാരെ സപ്പോർട്ട് ചെയ്യുക അല്ലെ മാമ? തീർച്ചയായിട്ടും. അപ്പൊ താങ്ക് യു ഗൈസ്. ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചത് ഷക്കീർ ചാവക്കാട്. താങ്ക് യു. പട്ടാമ്പി.